മണ്ടത്തരം പറയാതെ ഗാന്ധിജി ഒരു ചുക്കും ചെയ്തിട്ടില്ല. PC ജോർജിന്റെ പ്രസ്താവനയാണ്. ഗാന്ധിജി ഒന്നും ചെയ്തിട്ടില്ലേ? ഈ പറയുന്ന രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണോ, അതോ സമാജത്തിന് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണോ? എന്താണ് PC ജോർജിന്റെ വിമർശനത്തിന്റെ കാമ്പ്? അത് ഒരു കാമ്പില്ലാത്ത പ്രസ്ഥാനമായിട്ടേ ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം കാമ്പുള്ള പ്രസ്ഥാനമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മഹാത്മാഗാന്ധി എതിർക്കാനുള്ള അവകാശമുണ്ട്. അതിന് എനിക്ക് എതിർപ്പില്ല. പക്ഷേ മഹാത്മാഗാന്ധി എതിർക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നത് PC ജോർജിന് നാടിനടുത്തായിരുന്നു വൈക്കം. ആ വൈക്കം സത്യാഗ്രഹം നടന്നു. ആ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് ജോർജ് ജോസഫ് എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറോട് സത്യാഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്ന മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ജോർജ് ജോസഫ് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ മാറി നിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഉത്തരം വളരെ വ്യക്തമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞത് അതെ, ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെയാണ് മാറി നിൽക്കാൻ പറയുന്നത്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ജാതിയുണ്ട്, ആ ജാതി ഉണ്ടെന്നുള്ള വസ്തുത എന്നോട് പറയുന്നത് CF ആൻഡ്രൂസ് ആണെന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. അതിനെക്കുറിച്ചിട്ട് 1974 ഇറങ്ങിയിട്ടുള്ള വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 50-ാം വർഷത്തിൻ്റെ സോവനീറിനകത്ത് അത് കോൺഗ്രസ്സുകാർ പബ്ലിഷ് ചെയ്തതാണ്, അവിടുത്തെ മുനിസിപ്പാലിറ്റി പബ്ലിഷ് ചെയ്തതാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് CF ആൻഡ്രൂസിൽ നിന്നാണ് ഞാനത് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ സമരത്തിൽ നിന്ന് ജോർജ് ജോസഫിന് മാറിക്കാൻ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഇനി മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് വ്യക്തമായുള്ള ധാരണയുണ്ടായിരുന്നു. രണ്ടാമത്തൊരു വസ്തുത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഇണ്ടന്തുരുത്തി മനക്കിൽ ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഈ പറയുന്ന സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തെക്കുറിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത് ശങ്കരസ്മൃതിയിൽ നിന്നാണ്. ശങ്കരസ്മൃതിയെ രചിച്ചത് ശങ്കരാചാര്യരാണ്. ആ സമയത്ത് മഹാത്മാഗാന്ധി പറയുന്നത് ശങ്കരാചാര്യൻ അങ്ങനെ എഴുതാൻ സാധ്യമല്ല, കാരണം അദ്ദേഹം മനീഷ പഞ്ചക എഴുതിയിട്ടുള്ള ആളാണ് എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അതിൻ്റെ പേരിൽ ഇദ്ദേഹം കൊടുക്കുന്ന സംസ്കൃത പുസ്തകം മഹാത്മാഗാന്ധി നേരിട്ട് വാങ്ങിച്ചിട്ട് ഗാന്ധിജി പറയുന്നു, എനിക്ക് സംസ്കൃതം അറിയില്ല, അതുകൊണ്ട് ഞാൻ സംസ്കൃതം അറിയാവുന്ന ആളെ കാണിക്കാം എന്ന് പറയുന്നിട്ട് തൊട്ട് പിറ്റേ ദിവസം കൃഷ്ണൻ നമ്പ്യാതിരി എന്ന് പറയുന്ന ആളെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ചെങ്ങന്നൂർക്കാരനാണ്. ആ ചെങ്ങന്നൂർക്കാരനായിരിക്കുന്ന കൃഷ്ണൻ നമ്പ്യാതിരി അവിടെയുള്ള സംസ്കൃത സ്കൂളിലെ അധ്യാപകനായിരുന്നു, പ്രധാന അധ്യാപകനായിരുന്നു. അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത് ശങ്കരൻ്റേതല്ല എന്ന് പറയാനുള്ള കാരണം ഇതിനകത്ത് ഇത്രയും വ്യാകരണ പെശകുണ്ട്, ഈ വ്യാകരണ പെശകുള്ള കൃതി ശങ്കരൻ എഴുതില്ല, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധം ശങ്കരൻ്റേതല്ല എന്ന് പറയുകയും എന്ന് മാത്രമല്ല ഈ കൃതി എഴുതിയിട്ടുള്ള ആൾ ചെങ്ങന്നൂക്കാരെ ശങ്കരൻ പോറ്റിയാണെന്നുള്ള പറയുന്നതും കൃഷ്ണൻ നമ്പ്യാതിരിയാണ്. ആ കൃഷ്ണൻ നമ്പ്യാതിരിയാണ് പിൽക്കാലത്ത് ആഗമാനന്ദ സ്വാമികളായിട്ട് രാമകൃഷ്ണ മഠത്തിൽ ചേർന്ന് ആഗമാനന്ദ സ്വാമികളായിട്ടുള്ളത്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ചെത്തൊഴിലാളികളുടെ ഓഫീസായി. കാരണം ഇണ്ടന്തുരുത്തി മനയിലെ തിരുമേനി എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളുടെ പിൽക്കാലത്തുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇവർ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അവർ CPIക്ക് കൊടുത്ത്, അതിന് തെറ്റുള്ളത്. ആ CPIക്കാരനായിട്ടുള്ള വിശ്വനാഥന്റെ സ്മാരകം അവിടെ ഉള്ളത് വൈക്കം വിശ്വന്റെ അല്ല ബിനോയ് വിശ്വത്തിന്റെ അച്ഛനോ മറ്റാണത്. അങ്ങനെ സ്മാരകം അവിടെ ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്താണ് അവർ ഇരിക്കുന്ന തറവാടടക്കം വിറ്റതാണ്. മഹാത്മാഗാന്ധി വന്ന സ്ഥലമടക്കം വിറ്റു. തൊട്ടടുത്ത് വേറൊരു വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർ കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് ഈ പറയുന്ന സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരായിട്ട് നിന്നത്. മറിച്ച് ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ നിലപാടുകൾ അങ്ങനെയായിരുന്നു. മഹാത്മാഗാന്ധി അത് ചരിത്രപരമായിട്ടുള്ള വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടാണ് ജോർജ് ജോസഫിനെ പോലുള്ള ആളുകൾ മാറ്റി നിർത്തിയത്. അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന ശങ്കരാചാര്യ ഗ്രന്ഥത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമായിരുന്നില്ല, മഹാത്മാഗാന്ധിയെ അപകീർത്തിപ്പെടുത്താനായിട്ട് വലിയ പരിശ്രമം നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ആള് അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്നിപ്പോൾ PC ജോർജ് അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നത് ഈ പറയുന്ന ഒരു ഇടതുപക്ഷ സമീപനമാണ്. ഇടതുപക്ഷക്കാരൻ ആദ്യം ആയിട്ട് പറഞ്ഞത് ഗാന്ധി ഇന്ത്യയെ എന്താക്കി എന്നുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ വിളിക്കുന്ന മുദ്രാവാക്യം ഇന്ത്യയെ മാന്തി പുണ്ണാക്കി എന്നവർ പറയുക. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ഇടതുപക്ഷ ലൈനുണ്ട്. ആ ലൈൻ നെഹ്റു തുടങ്ങിയിട്ടുള്ളതാണ്. നെഹ്റുവിന് ഇടതുപക്ഷ ലൈനാണ്, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇടതുപക്ഷ ലൈനാണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടതുപക്ഷ ലൈനാണ്, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇടതുപക്ഷ ലൈനാണ്, കേരളത്തിലെ ഒരു പറ്റം BJPക്കാർക്ക് ഇടതുപക്ഷ ലൈനാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയൊക്കെ അതിനെ സംബന്ധിച്ചില്ല. അതിനെനിക്ക് നല്ല തെളിവായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഗാന്ധിജി ഉപവാസം കിടന്നത് 55 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇവർ വിളിച്ചു പോകുന്നതാ, വിവരക്കേട് പറയണതല്ല. ഇതിനെക്കുറിച്ച് പൂർണ്ണോദയ എന്ന് പറയുന്നിട്ട് നവജീവൻ ട്രസ്റ്റിൻ്റെ മാസികയ്ക്കകത്ത് 2023 സെപ്റ്റംബർ മാസത്തിലെ അതിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത് എന്താണ് ഉപവാസത്തിൻ്റെ കാരണം എന്ന് പറയുന്നുണ്ട്. ഉപവാസം കിടക്കുന്നത് 1948 ജാനുവരി മാസം 13-ാം തീയതിയാണ്. 11-ാം തീയതി അദ്ദേഹത്തെ ചില മുസ്ലിം നേതാക്കന്മാർ കാണാൻ വരുന്നുണ്ട്.
ആ മുസ്ലിം നേതാക്കന്മാരോട് മഹാത്മാഗാന്ധി പറയുന്നത് മുസ്ലിങ്ങൾ ധാരാളമായിട്ട് ഹിന്ദുക്കളെയും സിഖുകാരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനകൾ അവർ സഹിച്ചിട്ടുണ്ട്. ഈ വേദനയിലുള്ള അമർഷം കൊണ്ടിട്ടാണ് ഞാൻ നിരാഹാരം നാളെ അടുത്ത ദിവസം ആരംഭിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ജനുവരി മാസം 11 തീയതി ബിർള ഹൗസിൽ തന്നെ സന്ദർശിച്ചിട്ടുള്ള മുസ്ലിം നേതാക്കന്മാരോട് ഗാന്ധി പറയുന്നുണ്ട്. ഈ സാധനം അദ്ദേഹത്തിൻ്റെ അമൂല്യ പൈതൃകം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് പൂർണ്ണോദയം വാരിക മാസിക അതിൻ്റെ എഡിറ്റോറിയൽ എഴുതിയത് 2023 സെപ്റ്റംബർ മാസത്തിൽ. ഇതൊക്കെ ഡോക്യുമെൻ്റാണ്. ഇന്ന് മാത്രമല്ല, മഹാത്മാഗാന്ധി സമരം ആരംഭിക്കുന്ന 13 തീയതി കഴിഞ്ഞിട്ട് 14 തീയതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 55 കോടി രൂപ പാകിസ്ഥാന് കൊടുത്ത്. അങ്ങനെ പാകിസ്ഥാന് കൊടുക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി നിരാഹാരം അവസാനിപ്പിക്കണ്ടേ, ഉപവാസം അവസാനിപ്പിക്കണ്ടേ? ഇല്ലല്ലോ. അദ്ദേഹം 14 തീയതി കിടന്നു, 15 കിടന്നു, 16 കിടന്നു, 17 കിടന്നു, 18 അവസാനിപ്പിക്കുകയാണ്. അതിന് കാരണം അക്രമം നടത്തിയ ആൾക്കെതിരായിട്ട് നടപടിയെടുക്കാമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു. ആ സമയത്ത് നെഹ്റു നടത്തിയിട്ടുള്ള ഏർപ്പാട്, ഇത് ഒരു ഗാന്ധി വിരുദ്ധമായിട്ടുള്ള സങ്കല്പം അത് ഭാരതീയ ജനതയിൽ ഉണ്ടാക്കലായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് പുറത്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ ഈ നൗഖാലിയിലൊക്കെ നടന്ന കൂട്ടക്കൊലകളിൽ ഗാന്ധിജിയോട് സമീപിച്ച് ഹിന്ദു നേതാക്കളും അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യർ ചോദിക്കുമ്പോൾ പറയുന്നത് മുസ്ലിങ്ങൾ കൊല്ലാൻ വന്നാൽ നിങ്ങൾ കൊന്നു കൊടുക്കണം, അവരുടെ ദേഷ്യം തീരുന്നവരെ അവർ കൊല്ലട്ടെ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് ഗാന്ധിജി എടുക്കുകയാണെങ്കിൽ, അതൊരു നിലപാട് ഗാന്ധിജി എടുത്തിട്ടില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അത് നിങ്ങൾ ഏതെങ്കിലും ചരിത്ര രേഖകൾ കൃത്യമായിട്ട് ഇവരെടുത്ത് കാണിക്കട്ടെ. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ഹിന്ദു പക്ഷപാതിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ ഹിന്ദു വിരുദ്ധനല്ല. ഇന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ അതിരാവിലെ ചൊല്ലുന്ന പ്രാതസ്മരണയ്ക്കകത്ത് ഒരു വരി പ്രധാനമായിട്ട് തിലകോ ഗാന്ധിരാതൃത എന്നാണ് പറയുക. തിലകനെയും ഗാന്ധിയെയും ഒരേപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനുണ്ടായിരുന്നു. നിങ്ങളത് ആലോചിച്ച് നോക്ക്. സംഘത്തെ സംബന്ധിച്ച് ഗാന്ധി ഘാതകരാന്നുള്ള പ്രസ്താവന നടത്തിയാരാ? അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. എന്നങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ എങ്ങനെയാ? ഗാന്ധി മരിച്ച് 1948 ജനുവരി മാസം 30 തീയതി വൈകുന്നേരം 4:30 മണിക്ക് മരിക്കുന്നു. 7 മണിക്ക് പത്രപ്രസ്താവന നടത്തുന്നു. എൻ്റെ സംശയം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ആരാണ് പോലീസിന് പണിയേൽപ്പിച്ചത്? പോലീസ് കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് കേസിൽ പ്രതിയെ നിശ്ചയിച്ചത് നെഹ്റുവാണ്. കാരണം നെഹ്റുവിന് കൃത്യമായുള്ള താല്പര്യങ്ങളുണ്ടായിരുന്നു. ആ താല്പര്യത്തിൻ്റെ സംരക്ഷണാർത്ഥമാണ് അത് വന്നത്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ന് ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവരോടൊക്കെ തോന്നുന്ന വികാരം സഹതാപം മാത്രമാണ്. കാരണം മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ദേശീയ പുരുഷനായിട്ടുള്ള ആളാണ്, ഭാരതീയമായിരിക്കുന്ന സങ്കല്പങ്ങളെ മാനിക്കുന്ന ആളാണ്, ഹൈന്ദവ ജനതയെ സംബന്ധിച്ച് ആരാധിക്കേണ്ട വ്യക്തിത്വം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. പ്രസംഗം ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വയം മരിക്കാനുള്ള, ശ്വാസം അടക്കി പിടിച്ച് സ്വയം മരിക്കാനുള്ള അവസരമുണ്ട്. അവരങ്ങനെയാണ് ചെയ്യേണ്ടത്. മുസ്ലിം രാജ്യം വന്നാലും നമ്മൾ അതിനു വേണ്ടിയിട്ട് ബലി കഴിയാൻ, സ്വയം ത്യാഗം സഹിക്കാൻ തയ്യാറാവണം എന്നൊക്കെ ഗാന്ധിജി പറഞ്ഞതായിട്ട് വലിയ വിമർശനങ്ങൾ ഡോക്യുമെന്റുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. അല്ല, ഡോക്യുമെന്റുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു എന്ന് പറയുന്ന ആളുകൾ ചില ഡോക്യുമെന്റുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ ആരുടെ പുസ്തകം എന്നുള്ളവരും പറയണം. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ അമൂല്യ പൈതൃകത്തിൽ അത് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പൂർണ്ണോദയ ആരെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? അത് ഇല്ലല്ലോ. ചില ആളുകൾ ഗാന്ധിയെ കൂട്ടുകയാണ്. ഇപ്പോൾ ഗാന്ധിയെ RSSകാരാണെന്ന് കൊന്നെന്നുള്ളത് ഒരു ഗാന്ധിയനും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഗാന്ധിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന മിസ്റ്റർ കല്യാണമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ ആ സമയത്ത് കൂടെയുള്ള ആളാണ്. അദ്ദേഹം അടക്കം പറയുന്ന RSSന് പങ്കില്ല എന്നാ. മറിച്ച് ചില കുടുംബങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണിതെന്നൊക്കെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മിസ്റ്റർ കല്യാണം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം വ്യക്തമാക്കുന്നത് ഇതിൻ്റെ താല്പര്യം ആർക്കാണെന്നുള്ളതാണ്. മഹാത്മാഗാന്ധിയെ വഷളനാക്കുന്നതിൻ്റെ താല്പര്യം ആർക്കാണ്? ആ താല്പര്യം രാജ്യവിരുദ്ധ താല്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതത്തിലെ ഒരു ദേശീയ പ്രസ്ഥാനങ്ങളും മഹാത്മാഗാന്ധി ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കാൻ അവരായി ഉദ്ദേശിക്കുന്നില്ല. ഗാന്ധിജിക്ക് മോറലായിട്ട് ഇമ്മോറലായിട്ടുള്ള പ്രവൃത്തി നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടിയുണ്ട്. ഈ തരത്തിലെ ആരോപണങ്ങൾ പലരും ഉന്നയിക്കാം. ഈ ഒരു കാര്യം, ബ്രഹ്മചര്യം ശരിയാണോ നോക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചതായിട്ടൊക്കെ. അല്ല, നിങ്ങളെന്തിനാ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആലോചിക്കുക. അദ്ദേഹം ഈ നാടിന് മുമ്പാകെ വച്ചിരിക്കുന്ന ചില ആഖ്യാനങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഈ ആഖ്യാനങ്ങൾക്ക് പകരമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കാര്യത്തിൽ മഹാത്മാഗാന്ധിക്ക് വലിയ പങ്കുണ്ടെന്നുള്ള വസ്തുതയാണ്. ഈ വസ്തുത നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ ആരാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരിക്കതാണ്.
ഞാൻ മനസ്സിലാക്കുന്നിടം കൊണ്ട് സംഘമടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഈ തരം കാര്യങ്ങൾക്ക് ഒരു സമയത്തും എതിര് നിന്നിട്ടില്ല, അനുകൂലിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിൽക്കാലത്ത് വന്നിട്ടുള്ള ചില നറേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കുണ്ട്. ഇപ്പോൾ അംബേദ്കർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഗാന്ധിജിയോട്, ന്യായമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. സർ സി ശങ്കരൻ നായർക്ക് ആക്ഷേപം ഉണ്ടായിരുന്നു, അത് ന്യായമായിട്ടുള്ള അഭിപ്രായമാണ്. അങ്ങനെ പലർക്കും ഗാന്ധിയെക്കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നു. ഈ ആക്ഷേപങ്ങൾക്കെല്ലാം ഒരുപാട് ന്യായങ്ങളും ഒക്കെ അതിനകത്തുണ്ടാകാം. അങ്ങനെ ന്യായങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെ മഹാത്മാഗാന്ധിയുടെ നാടിനോടുള്ള കൂറിനെ കുറിച്ചിട്ടോ ഹൈന്ദവ സങ്കല്പങ്ങളെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാമരാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ സംശയങ്ങൾ ഉന്നയിക്കുന്നത് സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല. ഈ ഗോഡ്സെ ന്യായീകരിക്കുന്നുണ്ട് പലരും. ഗോഡ്സെ ചെയ്തത് ശരിയാണെന്ന് ന്യായീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗോഡ്സെയുടെ ന്യായവാദങ്ങൾ ആ പുസ്തകത്തിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. ഗോഡ്സെ നിർത്തിയ ന്യായങ്ങൾ ശരിയായിരുന്നു എന്നൊക്കെ. അങ്ങനെ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? സംഘത്തിന് ഇല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്ക് അതിനോടൊക്കെ യോജിപ്പുണ്ടോ? ഒരു യോജിപ്പുണ്ടാവില്ല. അതിൻ്റെ ഉദാഹരണം ഗോഡ്സെ ഇറക്കിയുള്ള പുസ്തകം ഞാൻ വായിച്ചതാണ്. ബഹുമാനപ്പെട്ട കോടതി മുമ്പായി എന്നാണ് അതിൻ്റെ മലയാള വെർഷൻ. ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ഞാൻ വായിച്ചിരുന്നു. അത് ഗോഡ്സെ എഴുതിയെല്ലാം ഞാൻ തറപ്പിച്ച് പറയും. കാരണം ഗോഡ്സെയുടെ ഇംഗ്ലീഷ് അത്ര നല്ല ഇംഗ്ലീഷൊന്നുമല്ല, വളരെ മോശം ഇംഗ്ലീഷാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ശങ്കരസ്മൃതി ശങ്കരൻ എഴുതി എന്ന് പറഞ്ഞ മാതിരിയാണ്. അത് ആരോ താല്പര്യമുള്ള ചില ആളുകൾ ഗോഡ്സെയുടെ പേരിൽ എഴുതിയിട്ട് അതിൻ്റെ മലയാള പരിഭാഷ കൊണ്ടുവന്നതാണ്. അതിനകത്ത് സംഘത്തിനോ താല്പര്യം ഉണ്ടാവില്ല, അതേപോലെ തന്നെ മഹാത്മാഗാന്ധിക്ക് അതിനകത്ത് ബന്ധമുണ്ടാവില്ല, ഗോഡ്സെക്ക് അതിനകത്ത് ബന്ധമുണ്ടാവില്ല. താല്പര്യമുള്ള ചില ആളുകൾ അവരുടെ താല്പര്യ സംരക്ഷണാർത്ഥം കൊണ്ടുവന്ന ചില നറേഷൻ മാത്രമായിട്ടാണ് ഞാൻ അതിലേക്ക് നോക്കിക്കാണുന്നത്. ഗോഡ്സെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഗോഡ്സെ ഭാരതവിരുദ്ധനാണ്, എനിക്കൊരു സംശയമില്ല. അയാൾ ആദ്യ ശ്രമം നടത്തുന്നത് 1934 രണ്ടാം ശ്രമം 1942 മൂന്നാം ശ്രമം 1948 ജനുവരി മാസം 20 നാലാമത്തെ ശ്രമത്തിലാണ് അയാൾ അറ്റംപ്റ്റിൽ വിജയിക്കുന്നത്. അയാൾ RSSനെ കുറിച്ച് പറഞ്ഞ ഭാഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷണ്ഡീകരിക്കപ്പെട്ട യൂത്ത് എന്നാണ് അയാൾ പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടാണ് 1948 ജൂൺ മാസത്തിൽ അയാൾ RSSൽ നിന്ന് മെയ് ജൂൺ മാസത്തിൽ അയാൾ RSSൻ്റെ പ്രവർത്തനവുമായിട്ട് അയാൾ ബന്ധം വേർപെടുത്തുന്നു. അതിനുശേഷമാണ് ആദ്യമായിട്ട് ശ്രമം നടത്തുന്നത്. 1934 ജൂൺ മാസത്തിലാണ് അയാൾ ശ്രമം ഹിന്ദു മഹാസഭയിൽ ചേർന്നത്. അതിനുശേഷമാണ് വധശ്രമം നടത്തുന്നത്. ഹിന്ദു മഹാസഭയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അത് ഒരു ശക്തമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ വേറെ അവസരത്തിൽ ഞാൻ പറയാം, അത്ര ശക്തമായിട്ടുള്ള ബന്ധം കോൺഗ്രസിനുണ്ട്. ആ കോൺഗ്രസിൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാത്മാഗാന്ധിയുടെ വേർപാടുണ്ടാവുന്നത്. ഇന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഇവർ അന്വേഷണം നടത്തട്ടെ, ഇവരതിനെക്കുറിച്ച് രേഖകൾ ഉദ്ധരിച്ച് പറയട്ടെ. ഏത് രേഖകൾ ഉദ്ധരിച്ചാലും ഇവർക്ക് ഇക്കാര്യത്തിൽ കോൺഗ്രസ്സിന് മഹാത്മാഗാന്ധിയുടെ വധത്തിൽ വളരെ വ്യക്തമായിട്ട് പങ്കുണ്ടെന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയാൻ എനിക്ക് സാധിക്കും. PC ജോർജ് പറഞ്ഞതിൽ അടിസ്ഥാനമില്ല, യാതൊരു അടിസ്ഥാനവും. അത് ചരിത്രം അറിയാതെ സംസാരിക്കുന്നതാണ്. ചരിത്രം അറിയേണ്ട ആർക്കെന്ത് വേണമെങ്കിലും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും പലർക്കും കേരളത്തിൽ ഇടതുപക്ഷ മനസ്സുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രം വിചാരിച്ചാൽ മതി.